ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞാൻ വളരെ വൈകിട്ടാണ് കേട്ടോ അടുക്കളയിൽ കയറിയത്. ഷിനുവിന് മദ്രസ ഉണ്ട്, അപ്പോൾ അവൾ നേരത്തെ പോയി. അവൾ സൺഡേ മാത്രം മദ്രസയിൽ പോകുമ്പോൾ ഹോർലിക്സോ അല്ലെങ്കിൽ ചായയും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് പോവുക. അപ്പോൾ പിന്നെ അവൾ മദ്രസയിൽ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ കുറച്ച് സമയം കൂടെ ഇരുന്നു. അതിന് ശേഷമാണ് അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച അല്ലേ, അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇളയമ്മൻ്റെ വീട്ടിൽ പോയത്. അവിടുന്ന് കൊണ്ടുവന്നാണ് കേട്ടോ ഇതൊക്കെ. ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ അവിടെയൊക്കെ നന്നായിട്ടുണ്ടാവും. ഇങ്ങനെ പൂള, അതുപോലെ തന്നെ കാവുത്ത്, ചേമ്പ്, മധുരക്കിഴങ്ങ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ നല്ലോണം. അപ്പോൾ ഇന്നലെ അവിടുന്ന് കൊണ്ടുവന്നതായിരുന്നു ഇത്. അപ്പോൾ സൺഡേ ആയപ്പോൾ ഇതൊക്കെ പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം സ്കൂളിലെ ദിവസമൊക്കെ രാവിലെ ഇത് ഉണ്ടാക്കിയാൽ മക്കൾ അധികം കഴിക്കൂല. പിന്നെ ഒഴിവുള്ള ദിവസമാകുമ്പോൾ അങ്ങനെ എടുത്തും വെച്ചും കഴിച്ചോളും. പിന്നെ കുറച്ച് വൈകിട്ടല്ലേ കഴിക്കും ചെയ്യുക, വളരെ നേരത്തെ കഴിക്കൂലല്ലോ. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും വളരെ വൈകിയാണ് എണീക്കുക. സുബൈസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും കിടക്കും. അത് ഫിദും ഇതൊക്കെ കേട്ടോ. കാരണം അല്ലാത്ത ദിവസമൊക്കെ നേരത്തെ എണീക്കണമല്ലേ, നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കിടക്കൂല. അപ്പം സ്കൂളില്ലാത്ത ദിവസം കുറച്ച് വൈകിട്ടാണ് എണീക്കുക. അപ്പോൾ അവർ ഏകദേശം എണീക്കാനായ സമയത്താണ് ഞാൻ അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ കുറച്ച് പൂളുണ്ടായിരുന്നു, അതൊന്ന് തൊലിച്ചെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ മധുരക്കിഴങ്ങും, അത് രണ്ടും കൂടെ ആയിട്ട് ഞാൻ രാവിലെ തന്നെ പുഴുങ്ങിയെടുക്കണത്. അപ്പോൾ അതൊക്കെ ഒന്ന് തലി കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉമ്മൻ്റെ വീട്ടിലൊക്കെ ചെന്നാൽ നന്നായിട്ടുണ്ടാകുന്ന ഒരു സംഭവമായിരുന്നു പൂള, അതുപോലെ തന്നെ ഈ മധുരക്കിഴങ്ങൊക്കെ. ഉമ്മൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കൃഷികളൊക്കെ ഉണ്ടാക്കും കേട്ടോ. പൂള, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, പയറ്, മത്തൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും. ഇപ്പോൾ ഉമ്മൻ്റെ അനിയത്തികളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അവർക്ക് തൊട്ടടുത്ത് തന്നെ പാടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഴക്കൃഷി, പിന്നെ അതുപോലെ തന്നെ ചേമ്പ്, എന്താ പറയുക, പൂള, അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ അവിടെ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരും. ഞങ്ങൾക്ക് കുറച്ച് ലോങ്ങാണ്, എന്നാലും ഞങ്ങൾ ഇടയ്ക്ക് പോവാറുണ്ട്. അമ്മനെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഞങ്ങൾ പോവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ അമ്മാവന്മാരും അമ്മായിമാരും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ പോയി നിൽക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ആകെ പുഴുങ്ങാൻ വെച്ചതിന് ശേഷം ഞാൻ ഇത് തലേ ദിവസം അലക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അലക്കി ഉണക്കി വെച്ചതായിരുന്നു വാഷിംഗ് മെഷീനിൽ. പക്ഷേ അന്ന് ചിക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പണിക്കാരുള്ളതുകൊണ്ട് തന്നെ അന്ന് ടെറസൊക്കെ കഴുകലായിരുന്നു, നല്ല പൂപ്പലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചുറ്റും ചെളി തെറിച്ചപ്പോൾ അന്ന് ചിക്കാൻ പറ്റിയില്ല. അപ്പം പിറ്റേ ദിവസം കേട്ടോ ചിക്കണത്. അപ്പോൾ രാവിലെ തന്നെയൊക്കെ ചിക്കനൊക്കെ കഴിച്ചു. അപ്പോഴേക്ക് പൂളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല നാടൻ പൂളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ പൂള ചെയ്യണത്. അപ്പോൾ ഞാൻ പൂളയത്തെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും കറിവേപ്പിലിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക വെളിച്ചെണ്ണയിൽ. തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ ഉമ്മയുടെ ഉമ്മ ഇടക്കിടക്ക് ഉണ്ടാക്കി തരുമായിരുന്നു ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത്. അപ്പോൾ എനിക്കിപ്പോഴും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ അങ്ങനെ ചെയ്താൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ പുഴുങ്ങിയെടുത്ത പൂള അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനതിലേക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, തലേ ദിവസം രാത്രി ഉണ്ടാക്കിയ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ മുളകിട്ടത് അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരും ഇങ്ങനെ ആകുമ്പോൾ. കാരണം ഞാനൊക്കെ നന്നായിട്ട് എനിക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ഉമ്മമ്മ ഉണ്ടാക്കണ ഈ പൂള. അങ്ങനെ ഞാൻ ചിക്കൻ കറിയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് വീണ്ടും നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ സമയം വേണമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ അച്ചൂഷീനൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ ആർക്കും വലിയ എരിവ് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ ചിക്കൻ കറിയും കൂടെ ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സമയം ഒന്ന് അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഞാനിതാ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് കഴുകി കൊടുത്തപ്പോൾ എനിക്ക് അനീഫ്ക ഒക്കെ അരിഞ്ഞു തന്നു കേട്ടോ. എനിക്ക് അധികം ഉള്ളിയൊക്കെ അരിഞ്ഞു തരിക അനീഫ്ക്കയാണ്. കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് ഉള്ളിയൊക്കെ എനിക്ക് അരിഞ്ഞു തന്നു. കുറച്ച് കുറവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ രണ്ടെണ്ണം കൂടെ തൊലിച്ചെടുത്തായിരുന്നു. അപ്പോഴേക്ക് നമ്മുടെ പൂള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉൾവശത്തെ അവസ്ഥ. മേൽഭാഗത്ത് മാത്രമേ കേട്ടോ പെയിൻ്റ് അടിക്കൽ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാലും മേളിൽ റൂമൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ ഡൈനിങ് ഹാൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം അത്രയും ഹൈറ്റ് വെച്ച് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ അത് പെട്ടെന്നാണ് തീർത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ലഞ്ചിനുള്ളത് നോക്കാം. ഒരുപാട് സമയം വൈകാൻ പറ്റില്ല, കാരണം പണിക്കാർക്ക് ഒരു 11:30 ആകുമ്പോഴേക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കുകയാണ്. ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ടിട്ടാണ് ഈ മസാല പുരട്ടി വെക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണമെന്നില്ല.
ചിക്കനിലൊക്കെ മസാല പുരട്ടിയതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ചിക്കനൊക്കെ പാനിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സമയപ്പോഴേക്കും എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷീനു മദ്രസട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഞാൻ പൂള വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഷീനു അച്ചുമൊക്കെ പൂള കഴിക്കാനായിട്ട് പോയി. അതുപോലെ തന്നെ നിതൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒക്കെ പൂളൊക്കെ വിളമ്പി കൊടുത്തു. അച്ചു ഷീനൊക്കെ കഴിക്കുകയാണേ. സ്കൂളില്ലാത്ത ദിവസമായ പിന്നെ എങ്ങനെയാണ്, സ്കൂളുണ്ടായാൽ പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ലോ. ധൃതിയിലാണ് ഭക്ഷണം കഴിക്കലും. കാരണം ഷീനു മദ്രസ ഇട്ട് വരുമ്പോഴേക്ക് സ്കൂൾ വണ്ടി വരാനാവും. ഒക്കെ ധൃതിയിലാണ്. സ്കൂളില്ല ഞാൻ പിന്നെ ഇങ്ങനെ സാവധാനം TV ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ കഴിക്കുക ചെയ്യാം. അതുപോലെ തന്നെ നിധുവിനൊക്കെ ഇപ്പം ഒന്ന് ഒഴിവായതാണ്. കാരണം +1 മോഡൽ എക്സാം ആവാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്കൊക്കെ ഫുഡൊക്കെ വിളമ്പി കൊടുത്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ആവുന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ തിരിച്ചു മറിച്ചിട്ട് ഈ ഒരു പാകമായപ്പോഴേക്ക് ഞാനിത് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ബാച്ചായിട്ടായിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് മസാല ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാനിതാ ഏകദേശം ഒരു വലിയ 7 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഒരു 3/4 ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ചെറിയ കുക്കറാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ മസാല ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഉള്ളിയൊന്നും ഇങ്ങനെ മസാലയിൽ കാണൂല കേട്ടോ. ഇവിടെ മക്കൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാണ്. ഇതിവിടെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഇങ്ങനെ ഉണ്ടാക്കുക. താത്ത ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണി. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. മറ്റേത് ഇങ്ങനെ ബിരിയാണിയിൽ ഉള്ളിയൊക്കെ കാണുമ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കും. ഇങ്ങനെ ചെയ്താൽ ഉള്ളിയൊന്നും മസാലയിൽ കാണൂലേ. അതിനുശേഷം ഞാൻ ഇതുപോലെ തന്നെ ഒരു 3 വലിയ തക്കാളിയും കൂടെ അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം അത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോഴേക്ക് ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ കുക്കറൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കുക്കർ ഒരു 3 വിസിലടിച്ചപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലെ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഞാനിതാ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കിയതാണ്, അതിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോഴേക്ക് അതേ സമയം തന്നെ ഞാൻ മറ്റേ അടുപ്പിലൊരു കുക്കർ വെച്ചിട്ടുണ്ട് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നെയ്ച്ചോറ് വെച്ച് കൂട്ടാണ്ട് ചെയ്യുക ബിരിയാണിയിലേക്ക്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഓയിലും അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 പട്ട, ചെറിയ പട്ടൻ്റെ കഷ്ണമാണ്, അതുപോലെ തന്നെ ഒരു 3 ഏലക്കായ 3 ഗ്രാമ്പ് കൂടെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അത് ഞാൻ 2 അടുപ്പിലും കൂടെ ആയിട്ട് ചെയ്യുന്നത്, കാരണം ഞാൻ പണിക്കാർക്ക് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ മസാലയിൽ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കില്ല കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനത് ഇടുന്നില്ല. അതിനുശേഷം അത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ആ മസാലപ്പൊടിയുടെ പച്ചമുളകൊന്ന് മാറി കിട്ടണം. ഇനി അതിനുശേഷം നേരത്തെ വേവിച്ച് വെച്ച സവാളയുടെയും അതുപോലെ തന്നെ തക്കാളിയുടെയും മിക്സില്ലേ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ പൊടിയുടെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി അത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ആ സമയം നേരത്തെ കുക്കറിൽ ഞാൻ പട്ടയും ഗ്രാമ്പും ഏലക്കായും പൊട്ടിച്ചതിന് ശേഷം അതിൽ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് ഫ്രൈ ചെയ്ത് സവാള കോരി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ രണ്ടും കൂടെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സവാള ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് അതേ കുക്കറിലേക്ക് ഞാൻ വെള്ളം അളന്ന് വയ്ക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു കപ്പിൽ 1 കപ്പ് റൈസാണ് എടുക്കുന്നത്. ആദ്യം വേവിക്കുന്നത് കേട്ടോ ഈ കുക്കറിൽ. കാരണം അതിന് ഒരു 3/4 കിലോ ആണ് ആ കപ്പിൽ കൊള്ളുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അതാണ് ആ കുക്കറിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ അരിക്ക് അത്യാവശ്യം നല്ല വേവുണ്ട്. അതുകൊണ്ട് തന്നെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് അരിയാണ് അതിന് വെച്ച് വെള്ളം അളന്നെടുത്താൽ മതിയേ. ചില അരിക്ക് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം മതിയാവും. അപ്പോൾ ഇനി വെള്ളം തിളയ്ക്കുന്ന സമയം നമുക്ക് മസാല ഒന്ന് റെഡിയാക്കിയെടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം 3 ടീസ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ മതിയാവും.
ഇനി ഇതാ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഈ സമയം ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. കാരണം തീ കുറച്ച് വെച്ച് സാവധാനം ചെയ്തെടുത്താലേ ഈ ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് പിടിക്കുള്ളൂ. ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയം അടച്ചു വയ്ക്കുക. അപ്പോഴേക്ക് ഇതാ കുക്കറത്തെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ആ സമയം അരി കഴുകി വെള്ളം വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. അത് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഇതാ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പിട്ടതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ കുക്കറിൽ ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ ചെയ്യുക. പിന്നെ സാധാരണ വിസിൽ പോയതിന് ശേഷം കുക്കർ തുറക്കുമ്പോൾ കറക്റ്റ് വേവായിരിക്കുമേ. അതിൻ്റെ ഇടയിൽ കുക്കർ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇനി ഈ സമയം ഞാൻ ഇതിലേക്ക് മസാലയിലേക്ക് കുറച്ച് ചപ്പും കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. അത് ഞാൻ നേരത്തെ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ചപ്പും പുതിനയും കറിവേപ്പിലയും ഇത് മൂന്നും ഇടുന്നുണ്ട് കേട്ടോ. പുതിനയിൽ നിർബന്ധമായിട്ട് ഇടണം, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതിട്ടതിന് ശേഷം ഞാനൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. ഇതാക്കണ്ടോ കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇതെനിക്ക് കറക്റ്റായിട്ടോ ഇങ്ങനെ ചെയ്താൽ ഉണ്ടാവുക, നല്ല പാകമായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിങ്ങോട്ട് ഒറ്റയടിക്ക് കുക്കർ മറിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അനീഫ് ഖാനോട് പറഞ്ഞതായിരുന്നു. ഇനി ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഇതേപോലെ കുക്കറിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം 1.5 കിലോ അരി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. പണിക്കാരും ഉണ്ട് നമ്മളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുക്കറത്തെ മുഴുവൻ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിൽ ഞാൻ ഫ്രൈ ചെയ്ത ഉടനെ തന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് കുക്കർ ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കണേ. ഇനി ഞാൻ രണ്ടാമത്തെ ബാച്ചും അതുപോലെ തന്നെ നെയ്ച്ചോറ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഉള്ളി ഫ്രൈ ചെയ്തതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണേ. അതിന് ശേഷം കുറച്ച് ഓയിലും കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചപ്പും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം അടച്ച് വെക്കണം. ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂൺ ഓയിലും അതുപോലെ തന്നെ 1 ടീസ്പൂണൊക്കെ നെയ്യും ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് നെയ്യൊന്നും ഇടാറില്ല കേട്ടോ ബിരിയാണി വയ്ക്കുമ്പോൾ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മക്കൾക്ക് എല്ലാ ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും. അപ്പം അത്ര നല്ലതൊന്നുമല്ലല്ലോ ഓയിലും നെയ്യും ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അതന്നെയൊക്കെ കുറേശ്ശേ ഇടാറുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണേ. പിന്നെ ബിരിയാണി ദം ചെയ്ത് വെച്ച ആ സമയത്ത് തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തൈര് ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ, അങ്ങനെ ബിരിയാണീൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കാറില്ല. അധികം ചമ്മന്തിയും അതുപോലെ തന്നെ അച്ചാറും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പണിക്കാർക്ക് ഫുഡ് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. ഇനിയാണ് ഞാൻ ക്ലീനിങ്ങിലേക്ക് നിൽക്കണേ. ഇതുവരെ എനിക്ക് ഒരു പാത്രം പോലും കഴുകാൻ ടൈം കിട്ടിയിട്ടില്ല. ബിരിയാണിയും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം അടുക്കളനെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അടുക്കള കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ഭാരം കുറഞ്ഞ മതിയാണ്. ഇവിടെ ഇങ്ങനെ ക്ലീനായി നിൽക്കണ കണ്ടാൽ വളരെ സമാധാനം കേട്ടോ. അവിടെയും കൂടെ ഒക്കെ നിറഞ്ഞ് നിൽക്കണ കാണുമ്പോൾ ഒരു ടെൻഷനാണ്, ഇതെപ്പോഴാണ് തീരാന്നുള്ളത്. അപ്പോൾ ആദ്യം ഇവിടെ റെഡിയാക്കി എടുക്കും. അത് തന്നെ പാത്രങ്ങളൊക്കെ സിങ്കിലേക്ക് ഇട്ടതിന് ശേഷം കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ പുറത്ത് അടുപ്പിൽ തീ കൂട്ടാത്തതുകൊണ്ട് തന്നെ എനിക്ക് തിളച്ച വെള്ളമൊന്നുമില്ല കുടിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാനത് കറണ്ട് അടുപ്പിൽ വെക്കുകയാണേ. കാരണം ഇന്ന് വെച്ചാലേ നാളേക്ക് തിളപ്പിച്ചാറിയ വെള്ളമായി കിട്ടുള്ളൂ. മക്കൾക്കൊന്നും ചുടുവെള്ളം പറ്റില്ല, പക്ഷേ എന്നാലും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമായിട്ട് ഞാൻ കുടിക്കാൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളം വെച്ചതിന് ശേഷം സിങ്കിലൊക്കെ ഇട്ട പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അങ്ങനെ പിന്നെ അടുക്കള ക്ലീനാക്കലും അതുപോലെ തന്നെ വർക്ക് ഏരിയയിലെ പാത്രം കഴുകലും അവിടെ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഉച്ചത്തെ ഭക്ഷണം കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബിരിയാണിയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ പിന്നെ പണിക്കാർക്ക് വിളമ്പിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ കഴിച്ചതിൻ്റെ ബാക്കി ഞാൻ ഇതിന് മേൽഭാഗത്ത് കൊണ്ടുവന്നിട്ടായിരുന്നേ. കാരണം അവർക്ക് ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. നേരത്തെ ഫുഡ് കൊടുക്കാനുള്ളതുകൊണ്ട് ഉച്ചക്കൊക്കെ ആണെങ്കിൽ പിന്നെ അത്ര പ്രശ്നമില്ല. പക്ഷേ ഇത് 11:30 അറിയുമ്പോൾ നേരത്തെ കൊടുക്കണമല്ലോ. അപ്പോൾ ഞാനത് മിക്സ് ആക്കണമെന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കാൻ നിൽക്കുകയാണേ. അപ്പോൾ ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമുക്ക് ആദ്യം റൈസൊക്കെ ഒന്ന് മേൽഭാഗത്തു നിന്ന് കോരി മാറ്റി കൊടുക്കുക. അതിനുശേഷം ഞാൻ മസാലയും കൂടെ ഇതിലേക്ക് മിക്സാക്കി എടുക്കുന്നുണ്ട്. മസാലയും റൈസും കൂടെ നന്നായി മിക്സ് ആക്കുക കേട്ടോ. അപ്പോഴാണ് റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
കണ്ടോ, ഈ ബിരിയാണിയിൽ എവിടെയും സവാള ഒന്നും കാണുന്നില്ലല്ലോ. മസാല മിക്സ് ആക്കിയിട്ടും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. മക്കൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാണ്. മറ്റേ ആദ്യമൊക്കെ സവാള ഇങ്ങനെ മാറ്റി വെക്കുമായിരുന്നേ. എത്ര വഴറ്റിയാലും അങ്ങോട്ട് ഉടഞ്ഞ് കിട്ടൂല ഇതുപോലെ. അപ്പോൾ അത് മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ബിരിയാണിക്ക്. ഇത് ഞാൻ ഹസ്ബൻഡിൻ്റെ പെങ്ങളേന്ന് കണ്ടുപിടിച്ചതാട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാനിത് ആ പാത്രം കഴുകി വന്നപ്പോഴേക്ക് ഇത് അച്ചു നിസ്കരിക്കുന്നുണ്ട്. ഒക്കെ ഇടയ്ക്കൊരു നിസ്കരിക്കലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ പണിക്കാരിങ്ങനെ പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ പണിക്കാരൊക്കെ പോയി. പണിക്കാർ ഏകദേശം ഒരു 2:45 ആ സമയമാകുമ്പോഴേക്ക് പോവേ. രാവിലെ 7 മണിക്ക് വന്നിട്ട് ഉച്ചയ്ക്ക് പോണ പണിക്കാരാണ്. അപ്പോൾ അതാ നമ്മുടെ വീടിൻ്റെ ഉൾവശത്തെ അവസ്ഥയാണ് കേട്ടത്. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇങ്ങനെ ഉണ്ടാവുക. ഇത്രയൊന്നുമല്ല, ഇതിലും കൂടുതലായിട്ടുണ്ടാവുക. ഒന്ന് കുറച്ച് കുറവാണ് പൊടി. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതാ കണ്ടോ, നല്ല പൊടിയാണ്. പക്ഷേ 2 ദിവസം മുമ്പ് പുട്ടിട്ടന്ന് ഇതിലും കൂടുതലായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ അത്ര അങ്ങോട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇന്ന് കൂടുതലും പുറം ഭാഗത്തായിരുന്നു കേട്ടോ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അകത്ത് കുറച്ച് കുറവാണ്. ഇന്ന് പിന്നെ പണിക്കാർ പോയ സമയത്ത് അനീഫ്ക്കായും കൂടെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അനീഫ്ക്ക പൊടിയൊക്കെ തട്ടി തന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് തുടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.